ഗുഡ് മോർണിംഗ്. ഞാൻ മിറ്റിയും ക്യാമറകൾ ഡിറ്റായും കൂടെ കുട്ടിക്കാനത്ത് നിന്നു, ഷിക്കൻ്റെ വില്ലയിൽ നിന്നു. അഗെയിൻ ഗ്രീറ്റ് ഇൻ ജീസസ് നെയിം. നമ്മൾ കർത്താവിൻ്റെ അക്സെപ്റ്റൻസിനെ കുറിച്ചും അപ്രൂവലിനെ കുറിച്ചും പറയുമ്പോൾ അതിനെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നൊരു ഭാഗം ഞാൻ വായിക്കാം. അപ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. 1 കൊരിന്ത്യർ 10:1 മുതൽ. 1 Corinthians chapter 10 verse 1 onwards. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ പൂർവികർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോശയുടെ ലീഡർഷിപ്പിൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അവരെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റും മോശയോട് ചേർന്നു. അതെല്ലാം സിംബോളിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജലത്തിലും പരിശുദ്ധാത്മാവിനാലും ജലത്തിലും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്നത് പോലെ പഴയ നിയമത്തിലെ ആ ജനം, ഇസ്രായേൽ ജനം, മേഘത്തിലും കടലിലും, മേഘം എന്ന് പറഞ്ഞാൽ അവർ രാത്രിയിൽ പകൽ മേഘസ്തംഭം വഴി നടത്തി അവർ ചെങ്കടലിൽ കടന്നു. ഇതെല്ലാം സിംബോളിക്കായിരുന്നു. അപ്പം അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പം അന്നേ സ്നാനം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ സിംബോളിക്കായിട്ട് ഭാവിയിൽ, ഫ്യൂച്ചറിൽ, കർത്താവിൻ്റെ വരവിന് ശേഷം ഇങ്ങനൊരു കാര്യമുണ്ട്. ആ ഒരു ബാപ്റ്റിസം എന്ന് പറയുന്നുണ്ട്. ബാപ്റ്റിസം ജലത്തിലുള്ളതുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള ബാപ്റ്റിസം ഉണ്ട്. ഇതൊക്കെ സിംബോളിക്കായിട്ട് പറയുക. കടൽ മോശയോട് ചേർന്നു. നമ്മളിന്ന് മോശയോടല്ല ചേരുന്നത്, നമ്മൾ കർത്താവിനോടാണ് ചേരുന്നത് സ്നാനപ്പെടുമ്പോൾ. ഓക്കെ, എല്ലാവരും ഒരേ ആത്മീയഭക്ഷണം കഴിച്ചു. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് മാന അവർക്ക് കൊടുത്തു. അത് ആത്മീയഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. പക്ഷെ അന്ന് അവർ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അടുത്ത 5-ാമത്തെ വാക്യം പറയാം. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഓർത്ത് വയ്ക്കും. ഇസ്രായേലിലെ ഇസ്രായേൽ ജനത്തിലെ അവർ നല്ലവരും ഉണ്ടായിരുന്നു, മോശക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, അവിടുന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആടിനെ കൊല്ലണം, എന്നിട്ട് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ പുരട്ടണം, പോസ്റ്റിൽ പുരട്ടണം. അപ്പം അത് കണ്ടിട്ട് സംഹാരദൂതൻ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും. അകത്തെന്താ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലവരാണോ മോശമാണെന്നൊന്നും വിഷയമില്ല, പക്ഷെ നിങ്ങൾ ഇത് ചെയ്യണം. അവിടെ ഒരാളെപ്പോലും ഇല്ലാതെ ആ ഇസ്രായേൽ ജനം മുഴുവൻ, ഒരു കുഞ്ഞിനെ പോലും ഒരാളെപ്പോലും മോശം വന്ന് ഇന്നെ കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയില്ല, വിട്ടില്ല. മുഴുവൻ ഇസ്രായേൽ ജനത്തെയും അവിടുന്ന് രക്ഷിച്ചു. ദൈവം ആക്സെപ്റ്റ് ചെയ്തു. മോശയുടെ നേതൃത്വത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്നു. അവരെല്ലാം മേഘത്തണലിലും അല്ലെങ്കിൽ കടലിലും കൂടെ നടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശ അവിടെ ലീഡറായിട്ട് വെച്ചിരിക്കുന്നത്. മോശയിൽ കൂടെ ഇതിൽ കൂടെ മോശയോട് ചേർന്നു. അവർക്ക് മോശയിൽ കൂടെ ദൈവം ന്യായപ്രമാണം കൊടുത്തു. അങ്ങനെ അവർ മോശയോട് ചേർന്നു. അപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ അവരെല്ലാം വന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ടാണോ, അല്ല അവരുടെ ഗുണം കൊണ്ടാണോ? അല്ല, ദൈവം അവരെല്ലാവരും തിരഞ്ഞെടുത്തു, അവരെല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം പറഞ്ഞിട്ട് പറയാണ്, എല്ലാവരും ഒരേ ആത്മീയഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ചെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. 5-ാമത്തെ വാക്യം പറയാം. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. അപ്പം നോക്കിക്കേ, ആക്സെപ്റ്റ് ചെയ്തില്ലേ? എന്നാൽ പിന്നെ അവിടെ തന്നെ നിർത്തിയിട്ട് പോന്നാൽ മതിയായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ദൈവം അപ്രൂവ് ചെയ്യണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ വചനം ഇവിടെ എടുത്ത് പറയുന്നത്. പഴയ നിയമത്തിലെ ഭാഗം പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ കോട്ട് ചെയ്യുക, താഴോട്ട് പറയുന്നുണ്ട് എന്തിനാണെന്നുള്ളത്. അപ്പോൾ അവരിൽ മിക്കവരും ദൈവം പ്രസാദിച്ചില്ല, മരുഭൂമിയിൽ വെച്ച് അവരെല്ലാം ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അപ്പോൾ നമ്മളിന്ന് ക്രിസ്ത്യൻസാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ അവരെപ്പോലെ അക്സെപ്റ്റ് ചെയ്തിരുന്ന അവർ തിന്മ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അവർ മോശപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറി അവർ പലവിധമായ വേണ്ടാത്ത പണികൾ ചെയ്തു. അപ്പോൾ ദൈവം അവരെ അപ്രൂവ് ചെയ്തില്ല, അല്ലെങ്കിൽ കർത്താവ് അവരെ കൈവിട്ട് കളഞ്ഞു. എന്നിട്ട് പറയാണ്, അവരിൽ ചിലരെ പോലെ അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. ഞാൻ ആരെയും പേടിപ്പിക്കില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ കോപ്പസ് ക്രിസ്റ്റിയുടെ മീറ്റിങ്ങിൽ
ഞാൻ ഈ വചനം വായിച്ചു. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാമോട് ചോദിച്ചു, പരിശുദ്ധാമ ഇത് പറയണോ? ഇത് കേൾക്കുമ്പോൾ പേടി തോന്നും. പരിശുദ്ധാമോട് പറയാനായിട്ടല്ലേ ബൈബിളിൽ ഞാൻ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പറയാതിരുന്നു കഴിഞ്ഞാൽ നീ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായിട്ട് ചെയ്യുന്നില്ല എന്നെൻ്റെ അർത്ഥം. നല്ലൊരു ബിസിനസ്സിനെ ദാസാന്ന് എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ചർച്ചിൽ സംസാരിച്ചിരുന്നു. തിമോത്തിയോട് പറയാം, സത്യത്തിൻ്റെ വചനം ഉചിതമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അപ്രൂവ്ഡായിട്ടുള്ള വേലക്കാരനായിട്ട് നിന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യും. സത്യത്തിൻ്റെ വചനം ഉചിതമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എൻ്റേതായ ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കാതെ, ഞാൻ അതിനകത്ത് മസാല ചേർക്കാതെ, ഗാർണിഷ് ചെയ്യാതെ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അപ്രൂവ്ഡ് ആകത്തില്ല. അപ്പോൾ തിമോത്തിയോട് പൗലോസ് പറയാം, നീ അതിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കും. കാരണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ടീച്ചിങ്. അപ്പോൾ നീ ആ ദൈവവചനം ആൾക്കാർക്ക്, കർത്താവ് പരിശുദ്ധാത്മാവ് വചനം എഴുതുമ്പം കർത്താവിന് ഒറ്റ ഉദ്ദേശമുണ്ട്. കർത്താവിൻ്റെ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഏത് ഉദ്ദേശത്തിലാണ് ഈ വചനം എഴുതിയത്? ആ ഉദ്ദേശത്തിൽ എനിക്ക് മനസ്സിലാക്കി തരണം. കാരണം അല്ലാതെ ഞാൻ എൻ്റേതായ ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്താലോ? നമുക്കറിയാം ഓരോ കാര്യത്തിനും പല പല വിധമായ ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനും വേറെ രീതി വളച്ചൊടിച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റും, ഒന്നും കുഴപ്പമില്ല. കർത്താവ് എന്ന് വിളിച്ചാൽ മതി. പഴയ നിയമത്തിലായിരുന്നു ഇതൊക്കെ. അങ്ങനെയാണ്. എന്തിനാ പുതിയ നിയമത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എന്തിനാണ് ഇതെടുത്ത് പറയുന്നത്? നമുക്കൊരു പാഠമായിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ദൃഷ്ടാന്തമായിരിക്കട്ടെ. കാരണം അക്സെപ്റ്റ് ചെയ്തവരെ അപ്രൂവ് ചെയ്തില്ല. വളരെ ശ്രദ്ധിച്ചോണം. ബാക്കി അടുത്ത എപ്പിസോഡിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.